കൂട്ടുകാർ, ഇന്ന് നമ്മൾ IBPS RRB ക്ലർക്ക് പ്രീക്ക് വേണ്ടിയിട്ടുള്ള പസിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തത് 7 persons A, I, O, U, B and C are sitting in a straight line facing north but not necessarily in the same order. അതായത് 7 പേര് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മുകളിലേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ 7 പേരുണ്ട്. 1, 2, 3, 4, 5, 6, 7. അവിടെ കിടക്കട്ടെ. U sits third from the right hand. റൈറ്റിൽ നിന്ന് തേർഡാണ് U ഇരിക്കുന്നത്. അപ്പോൾ 1, 2, 3 U ഇവിടെ. E sits third to the right of C, who is not an immediate neighbor of I or A, who sits third to the left of O, who is an immediate neighbor of C. Okay, ഇവിടെ E sits third to the right of C. സിയുടെ തേർഡ് ടു ദ റൈറ്റിലാണ് E ഇരിക്കുന്നത്. അപ്പോൾ സിയുടെ തേർഡ് ടു ദ റൈറ്റിൽ E. E sits third to the right of C, who is not an immediate neighbor of I or A. അപ്പോൾ C ഐയുടെ എയുടെയും നെയ്ബർ അല്ല. അപ്പോൾ സിയുടെ അടുത്ത് ഐയും വരത്തില്ല, എയും വരത്തില്ല. ഇനി എ ഹൂ സിറ്റ്സ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ഒ. എ എന്ന് പറയുന്നത് ഓയുടെ തേർഡ് ടു ദ ലെഫ്റ്റിലാണ്. അപ്പോൾ എ ഒയുടെ തേർഡ് ടു ദ ലെഫ്റ്റിൽ. ഇനി ഒ ഹൂസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സി. സിയുടെ അടുത്താണ് ഒ വരുന്നത്. അപ്പോൾ സിയുടെ അടുത്ത് ഒ, ഒയുടെ തേർഡ് ടു ലെഫ്റ്റിൽ എ, ഒയുടെ തേർഡ് ടു ലെഫ്റ്റിൽ എ. ഇനി യു സിറ്റ്സ് ബിറ്റ്വീൻ ഒ ആൻഡ് ഇ. ഒക്ക് ഇക്ക് ഇടയ്ക്കാണ് യു ഇരിക്കുന്നത്. അപ്പോൾ ഒ ഇവിടെയുണ്ട്, ഇ ഇവിടെയുണ്ട്. ഒക്ക് ഇക്ക് ഇടയ്ക്കാണ് ആരിരിക്കുന്നത്? യു ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് യു. പക്ഷെ കറക്റ്റ് നടക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇ ഉണ്ട്, യു ഉണ്ട്, ഒ ഉണ്ട്. ഇക്കും ഒനും ഇടയ്ക്കാണ് യു കിടക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി യു സിറ്റ്സ് ബിറ്റ്വീൻ ഒ ആൻഡ് ഇ. ഇ ഹൂ സിറ്റ്സ് ഓൺ ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഐ. ഐയുടെ തൊട്ട് ലെഫ്റ്റിലാണ് ഇ ഇരിക്കുന്നത്. അപ്പോൾ ഇ ഇവിടെ ഐയുടെ തൊട്ട് ലെഫ്റ്റിലാണ് ഇ ഇരിക്കുന്നത്. നെയ്തർ ഇ നോർ ബി സിറ്റ്സ് അറ്റ് ഇനി എൻഡ് ഓഫ് ദി ലൈൻ. ഇയും ബിയും എൻഡ് വരത്തില്ല. അപ്പോൾ ഇ ഇവിടെ വരത്തില്ല, ബി ഇവിടെ വരത്തില്ല, ഇ ഇവിടെ വരത്തില്ല, ബി ഇവിടെ വരത്തില്ല. പിന്നെ എന്താ പറയുന്നത്? ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ ബിറ്റ്വീൻ ഐ ആൻഡ് യു. ഐക്കും യുക്കും ഇടയ്ക്ക് ഒരാളേ ഉള്ളൂ. അപ്പോൾ ഐക്കും യുവിനും ഇടയ്ക്ക് ഒരാളേ ഉള്ളൂ. ബട്ട് ദാറ്റ് പേഴ്സൺ ഇസ് നെയ്തർ സി നോർ ബി. അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ളത് സിയും ബിയും വരത്തില്ലെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. ഇനി നമുക്ക് അറേഞ്ച്മെൻറ്റ് നോക്കാം. അറേഞ്ച്മെൻറ്റിൽ ഓൾറെഡി നമ്മൾ യു ഇട്ടിട്ടുണ്ട്. അപ്പോൾ യുവിനും ഐക്കും ഇടയ്ക്ക് ഒരാളല്ലേ ഉള്ളത്. അപ്പോൾ യു കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഐ ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ യു കഴിഞ്ഞിട്ട് ഒന്നിട്ട് ഐ ഒന്നുകിൽ ഇവിടെ. അപ്പോൾ ഐ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇനി ഐയുടെ തൊട്ട് ലെഫ്റ്റ് ഇ ഉണ്ട്. അപ്പോൾ ഇനി സിയുടെ തേർഡ് ടു ദ റൈറ്റിലാണ് ഇ വരുന്നത്. അപ്പോൾ ഇവിടെ സി ഇടാൻ ഇടമുണ്ടോ? സിയുടെ തേർഡ് ടു ദ റൈറ്റിലാണ് ഇ എങ്കിൽ ഇയുടെ തേർഡ് ടു ലെഫ്റ്റിലാണ് സി വരുന്നത്. ഇയുടെ തേർഡ് ടു ലെഫ്റ്റിൽ ഇടാൻ ഇടമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഇവിടെ അല്ല വരുന്നത്. ഐ അപ്പോൾ ഇപ്പറേ വരുന്നത്. ഇനി ഐ അവിടെ ഇട്ടു. ഐയുടെ തൊട്ടിപ്പുറേ ഇ. സിയുടെ തേർഡ് ടു റൈറ്റിൽ ഇ വരുന്നത്, അല്ലെങ്കിൽ ഇയുടെ തേർഡ് ടു ലെഫ്റ്റിലാണ് സി വരുന്നത്. അപ്പോൾ 1, 2, 3 സി ഇവിടെ. ഇനി നമ്മുടെ ഒക്കും യുവിനും ഇടയ്ക്ക് ഇ വരുന്നത്. അപ്പോൾ ഇ, യു. അപ്പോൾ ഒ ഒന്നുകിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. കാരണം സി ഒയും അടുത്തല്ലേ വരുന്നത്. ഇപ്പോൾ ഒ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒയുടെ തേർഡ് ടു ലെഫ്റ്റിൽ എ ഇടണം. ഒ ഇവിടെ ഇട്ടാൽ തേർഡ് ടു ലെഫ്റ്റിൽ എ ഇടാൻ ഇടമുണ്ടോ? ഇല്ല. അപ്പോൾ ഒ ഇവിടെയല്ല, ഒ ഇവിടെ തന്നെ. ഇനി ഒയുടെ തേർഡ് ടു ലെഫ്റ്റിലെ 1, 2, 3 ഇവിടെ. ഇനി ആരും ഇടാൻ ബാക്കിയുള്ളത്? എ, ഐ, ഒ, യു, ബി ആൻഡ് സി. ബി ഇട്ടിട്ടില്ലല്ലോ. ഇതാണ് അവിടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയോ? അടുത്തേക്ക് പോകും. 10 persons are sitting in 2 parallel rows containing 5 persons each in such a way that there is an equal distance between adjacent persons. ഓക്കെ, 2 റോയിലായിട്ട് 5 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ടോട്ടൽ 10 പേര്. ഇൻ ദ ഫസ്റ്റ് റോ പി ക്യു ആർ എസ് ആൻഡ് ടി ആർ സിറ്റിംഗ് ആൻഡ് ഓൾ ഓഫ് ദം ആർ ഫേസിങ് സൗത്ത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ പി ക്യു ആർ എസ് ടി അവർ താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് റോ ജെ കെ എൽ എം ആൻഡ് എൻ ആർ സിറ്റിംഗ് ആൻഡ് ഓൾ ഓഫ് ദം ആർ ഫേസിങ് നോർത്ത്. ഇല്ല, താഴത്തെ റോയിൽ ജെ കെ എൽ എം എൻ ഇവർ മേളിലേക്ക് നോക്കിയിരിക്കുന്നത്. ബട്ട് നോട്ട് ആസ് ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, ഇത് ഗിവൺ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈച്ച് മെമ്പർ സിറ്റിംഗ് ഇൻ എ റോ ഫേസസ് അനദർ മെമ്പർ ഓഫ് ദ അതർ റോ. അതായത് ഒരു റോയിലിരിക്കുന്നവർ തൊട്ട് അപ്പുറം ഇരിക്കുന്ന റോയിൽ എല്ലാവരെയും നോക്കിയിരിക്കുന്നത്. ദ വൺ ഹു ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എസ്. ഓക്കെ, ഇനി ഹിൻ്റ് ആട്ടോ. ദ വൺ ഹു ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എസ് ഇസ് ഫേസിങ് എം. എസിൻ്റെ അടുത്തുള്ള ആൾ എമ്മിനെ ഫേസ് ചെയ്തിരിക്കുന്നത്. എസ് മേളിലല്ലേ. അപ്പോൾ എസിൻ്റെ അടുത്തുള്ള ആൾ എമ്മിനെ നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. എസിൻ്റെ അടുത്തുള്ള ആൾ എമ്മിനെ നോക്കിയിരിക്കുന്നത്. ക്യൂ ഡസ് നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. എൻഡിൽ ക്യൂ വരത്തില്ല. അപ്പോൾ നമുക്ക് ആ വരങ്ങ് വരച്ചിട്ടേക്കാം. 2 റോ, 1, 2,
3 4 5. ഓക്കെ, അപ്പോൾ ക്യൂ എൻഡിൽ വരത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്. ക്യൂ മേളിലല്ലേ വരുന്നത്, അപ്പോൾ ക്യൂ ഇവിടെ വരത്തില്ല, ക്യൂ ഇവിടെ വരത്തില്ല. L and N are immediate neighbors. L ഉം അടുത്തായിരിക്കുന്നത്, L ഉം താഴെയല്ലേ, അപ്പോൾ L ഉം അടുത്ത്. only one person between T and R. Tക്കും Rനും ഇടയ്ക്ക് ഒരാൾ. N sits second left of M. എമ്മിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ N ഇരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ N ഇവിടെ മാർക്ക് ചെയ്യാം. എമ്മിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ N അല്ലെങ്കിൽ എമ്മിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ N. J sits at the immediate left of N. N-ൻ്റെ തൊട്ട് ലെഫ്റ്റിലാണ് J ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് ലെഫ്റ്റിൽ J. ഓക്കെ. K sits at the extreme end of the row. K ഒരു എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ K താഴെയല്ലേ, അപ്പോൾ K ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ K ഒന്നുകിൽ ഇവിടെ. R faces immediate neighbor of J. Jയുടെ നെയ്ബറിനെയാണ് R ഫേസ് ചെയ്യുന്നത്. അപ്പോൾ J താഴെയല്ലേ വരുന്നത്, Jയുടെ ഒരു നെയ്ബറിനെ R ഫേസ് ചെയ്യും. ഓക്കെ. S sits at the extreme left end of the row. S ലെഫ്റ്റ് എൻഡിലായിരിക്കുന്നത്. അപ്പോൾ S മേളിലല്ലേ വരുന്നത്, മേളിത്തെ റോയുടെ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് മേളിലിരിക്കുന്നവരെല്ലാം താഴത്തേക്ക് നോക്കിയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ലെഫ്റ്റ് സൈഡ് എവിടെയാണ്, ഇവിടെയാണ്. ഇവരുടെ ലെഫ്റ്റ് എൻഡ് ഇവിടെ. ഇനി താഴത്തെ ആൾക്കാരുടെ ലെഫ്റ്റ് എൻഡ് ഇവിടെ, താഴത്തെ ആൾക്കാരുടെ റൈറ്റ് എൻഡ് ഇവിടെ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എസ് ലെഫ്റ്റ് എൻഡിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഇതാണ് ലെഫ്റ്റ് എന്ന് മാർക്ക് ചെയ്ത് നമ്മുടെ തെറ്റിപ്പോവും. ക്ലിയർ ആയോ? അപ്പോൾ എസ് എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ. അപ്പോൾ മേളിത്തെ റോയിലല്ലേ എസ് വരുന്നത്, അപ്പോൾ മേളിത്തെ റോയിലുള്ളവർ താഴത്തേക്ക് നോക്കിയിരിക്കുന്നത്. താഴത്തേക്ക് നോക്കുമ്പോൾ അവരുടെ ലെഫ്റ്റ് എൻഡ് ഇവിടെയാണ്. അപ്പോൾ എസ് എവിടെയാണ്, എസ് ഇവിടെ. എസിൻ്റെ കാര്യം ഓക്കെ. ഇനി എസിൻ്റെ നെയ്ബറിനെയാണ് എം ഫേസ് ചെയ്യുന്നത്. ഹിൻഡുകൾ കഴിഞ്ഞല്ലേ, അപ്പോൾ എസിൻ്റെ നെയ്ബറിനെ എം ഫേസ് ചെയ്യും. അപ്പോൾ എമ്മിൻ്റെ കാര്യം ഓക്കെ. ഇനി എമ്മിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ എൻ, എമ്മിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ എൻ, എന്നിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ ജെ, എന്നിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ ജെ. അപ്പോൾ നമ്മുടെ കെ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, ജെ ഇവിടെ വന്നതുകൊണ്ട് കെ ഇവിടെ വരത്തില്ല, അപ്പോൾ കെ ഇവിടെ ആയിരിക്കും. ഇനി ജെയുടെ നെയ്ബറിനെയാണ് R ഫേസ് ചെയ്യുന്നത്, ജെയുടെ നെയ്ബറിനെ R ഫേസ് ചെയ്യും. ഇനി എന്താണ്, ആറിനും ടിക്ക് ഇടയ്ക്ക് ഒരാളുണ്ട്, ആറിനും ടിക്ക് ഇടയ്ക്ക് ഒരാൾ. ഇനി എന്താണ് ഹിൻ്റുള്ളത്, ഹിൻ്റിപ്പോൾ ഓക്കെ. എല്ലും എമ്മും അടുത്തായിരിക്കുന്നത്, എല്ലും എമ്മും അടുത്തായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്. ഇനി മേളിൽ ക്യൂ എൻഡിൽ വരത്തില്ല, അപ്പോൾ ക്യൂവിനെ എവിടെ ഇടും, ക്യൂ ഇവിടെ ഇടും. ഇനി മേളിൽ ആരിടാനുള്ളത്, പി ക്യു ആർ എസ് ടി, പി ക്യൂ, പി ഇട്ടിട്ടില്ല, അപ്പോൾ പി ഇവിടെ. താഴെ എല്ലാവരും ആയില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തേക്ക് ഈ 2 ക്വസ്റ്റ്യനുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.